അപ്പോൾ ഇവിടെ ഒരു ബോർഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട അതേ ബോർഡ് തന്നെയാണ്. ഭൂവത്താങ്കട്ട് 27 കിലോമീറ്റർ, മൂന്നാർ 96 കിലോമീറ്റർ, ഇനിമോൾ ടെമ്പിൾ 800 മീറ്റർ. അപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നമ്മളിപ്പോൾ അത് പറയണില്ല, അവിടെ ചെന്നിട്ട് കാണാം. എന്തായാലും നേരത്തെ പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല, എപ്പിസോഡായിട്ട് ഇടണോണ്ടേ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നല്ല എളുപ്പം, നല്ലത്. ഓക്കെ, അപ്പോൾ പതിയെ മുന്നോട്ട് നീങ്ങട്ടെ. ഇവിടെ ഒരു റൈറ്റിലേക്കൊരു വഴി കാണുന്നു. ജസ്റ്റ് ഒന്ന് ചിലവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ഈ വഴി. ചിലർക്ക് ഈ വഴി ചിലപ്പോൾ അറിയാൻ പറ്റും. ചിലർക്ക് മനസ്സിലാവില്ല. റോഡ് ഇച്ചിരി മോശമാണല്ലോ. ഇത്ര നല്ല ടാറിങ് അല്ലേ ഇവിടെ, എത്ര ടാറിങ്. ഓ നന്നായി. അപ്പോൾ നമ്മളൊരു റൂട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല നിശബ്ദമായ ഏരിയയാണ്. അതിലും നമുക്ക് സുഖമായിട്ട് ഒച്ചയൊന്നുമില്ലാതെ പോകാവുന്ന ഇത്തരം വഴികളാണ് നമുക്കിഷ്ടം. പക്ഷെ റോഡ് കച്ചറായിട്ട്. അതിലൊരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല. കൊള്ളാം, നല്ല നിശബ്ദമായ ഏരിയയാണ്. നമ്മൾ ഈ സിറ്റിയിൽ ഒച്ചപ്പാട് തലയ്ക്കാ വെളിവില്ലാതെ ഉള്ള സ്ഥലത്ത് നിന്ന് വരുമ്പോഴേ പെട്ടെന്ന് നമുക്ക് ആ ഒരു സുഖം, സന്തോഷം. നേരെ നേരെ പോയിരുന്നു. ഇവിടെ റോഡിലൊന്നും ഒരാളില്ല, ഒരു മനുഷ്യനില്ല റോഡിൽ. ഒരു ഗ്രാമം, നല്ല നല്ല രസമുള്ള ഗ്രാമം എന്ന് വെച്ചാൽ നല്ല ഒച്ചയൊന്നുമില്ലാത്തൊരു ഗ്രാമം. സൈലൻ്റാണ്, കാം ആൻഡ് ക്വയറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല രസമുണ്ട്. ശരിക്കും ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നീലംകുളങ്ങര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ. ഇതൊക്കെ കുറുപ്പമ്പടി അല്ല, കുറുപ്പമ്പടിയല്ല, എങ്ങടെ പോകണമെന്നറിയില്ല. നേരെ പോവാം. ഒരു ഗ്രാമപ്രദേശമല്ലേ. ഓ, അവർക്ക് ഏറ്റവും കുഴപ്പമില്ല. ഗ്രാമപ്രദേശം നല്ലൊരു കയറ്റമുള്ളത്. ചില ആളുകൾക്ക് ചിലപ്പോൾ പിടികിട്ടി കാണും ചില സ്ഥലങ്ങൾ. നല്ല കയറ്റം. ആയാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഭക്ഷണം വേണമെങ്കിൽ പോകാൻ നേരത്തെ അവിടെ നിന്ന് കഴിക്കാം. ഇപ്പം എങ്ങടെ പോകേണ്ടതെന്ന് കേട്ടോ തിരിച്ചു പോകുന്നു. ഇവിടെയൊക്കെ കണ്ടോ, നല്ല പ്രദേശത്തെ നല്ല തിക്ക് ഫോറസ്റ്റാണ്. പക്ഷേ കേട്ടോ വലിയ മരങ്ങൾ റോഡ് സൈഡിൽ തന്നെയാണ്, മതിലൊന്നുമില്ല.
നമ്മൾ ഒരു കാടിനോട് ചേർന്ന വനത്തിനോട് ചേർന്ന ഒരു അതിരിൽ കൂടി സഞ്ചരിക്കുകയാണ്. ഇവിടുത്തെ വാഹനങ്ങൾ മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുള്ളൂ. ശബ്ദം അങ്ങോട്ട് പോവാം. നമ്മളൊക്കെ അടിച്ചാൽ പോകണം. ഞാൻ അങ്ങനെ നിശബ്ദമായ രീതിയിൽ ഞാൻ കൂടി പോകാൻ പറ്റുമോ? ഞാൻ കൂടി പോക്കോ. ഞാൻ അതിലൊക്കെ പോകാം. ചവിട്ടിയാൽ മതി. കൊള്ളാം കൊള്ളാം. വണ്ടി അങ്ങ് പോട്ടെ. അപ്പോൾ അടുത്ത വണ്ടി വന്നു. ശരി, ഓണക്കടിക്കും. രണ്ട് രത്നം ചൂറ്റം മരങ്ങളുണ്ടോ? നിങ്ങൾക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. അപ്പം നമുക്കിതിലെ പതി അതോട്ട് കയറിയാലോ. ചവിട്ട് നിങ്ങൾക്കാവ് ഭഗവതി ക്ഷേത്രം. ക്ഷേത്രം കാണുന്നതാണ് ദേവിയുടെ. ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. അത് പറഞ്ഞ് ഞാൻ ബോറാക്കുന്നില്ല. അപ്പം ഞങ്ങൾ പതിയെ നിങ്ങൾക്കാവ് ക്ഷേത്രത്തിലേക്ക് കാവൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് കരുതുന്നു. ക്യാമറയൊന്നും ഏറ്റവും പടാവ് നമ്മൾ കാവെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ആയിരിക്കും അല്ലേ? ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് ഇതിൽ കയറാം. ഓക്കെ, ഇനി നിശബ്ദരായിരിക്കും. ക്ഷേത്രം എന്നാണ് കേട്ടോ, ദേവീക്ഷേത്രമാണ്. നമ്മൾ കുളിക്കാത്തതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും പോകില്ല. കുളിച്ചിട്ടുണ്ട്, എന്നാലും അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ കുളിക്കണം എന്നാണ്. ഇതാണ് ഇരിങ്ങൂർക്കാവ്. ഞാൻ നിശബ്ദനാവുകയാണ്, കാരണം വെച്ചാൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് പോവാം. അതിപ്പം നല്ലത്. ഇതൊക്കെ മരം വീണ് കിടപ്പുണ്ട്, കുഴപ്പമില്ല. മരച്ചില്ലെന്ന് ആരും എടുത്തു പോലും മാറ്റില്ല എന്നാണ് അതിൻ്റെ ഐതിഹ്യം. അതവിടെ കിടന്നാൽ അങ്ങനെ ദ്രവിച്ചു പോകും, എടുത്തു പോലും മാറ്റില്ല. നല്ല കൊള്ളാം, നല്ല പഴയ ആളുകളുടെ ഒരു ഉഗ്രം കൺസെപ്റ്റാണത്. ഒരു സംശയം വേണ്ട, നല്ല ഒന്നാന്തരം എന്താ പറയുക, പുതിയ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു കൺസെപ്റ്റ്. വലിയ മരങ്ങളാണല്ല, അല്ല മരങ്ങളുടെയൊക്കെ വലിപ്പം കണക്കില്ല. അങ്ങ് പോയേക്കാണ്. എന്താ വലിപ്പം അത്? അതൊരു പ്രത്യേക വേര് വന്നാണ്, വേരൊക്കെ ഒരു പ്രത്യേക രീതിയിൽ വന്നിരിക്കുന്നു. അല്ലേ, ഇത്രയും വർഷം പഴക്കമുള്ളതാണ്. കൊള്ളാം. ഇപ്പം നമ്മുടെ ട്വിൻ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട്.
ഇതിനായിട്ട് പോവാം. അപ്പം വേറെ ആൾക്കാരുണ്ട്. കൊള്ളട്ടെ, നല്ലൊരു സുഖകരമായ അവസ്ഥ അതിൽ കൂടി പോകുമ്പോഴേ. വലിയ മരങ്ങളാണ് ചുറ്റുമുണ്ട്, എല്ലാ മരങ്ങളും തണലാ, ഫുൾ തണലും വേരും. ഇനി കുറച്ച് കയ്യിൽ പിടിക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, അതാണ് കയ്യിൽ പിടിക്കാൻ പറ്റില്ല ക്യാമറ. കാരണം ഇതിപ്പോൾ വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് സൈക്കിള് ചെറുതായിട്ടൊന്ന് പൊക്കി ഒക്കെ കയറേണ്ടി വരും. കയ്യിൽ പിടിച്ചാൽ ശരിയാവില്ല. നമുക്കത് ഞാൻ പോവാം. അപ്പോൾ അങ്ങോട്ടുണ്ട് വഴി, ഇങ്ങോട്ടുണ്ട് വഴി. ഏത് വഴി പോവും? ഈ വഴി പോയാലും ഒരുപാട് വഴികളുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള വഴി കൂടി നടക്കാം. ഇവിടെയൊക്കെ ചെറിയ വഴികളാണ്. ഇവിടെയുള്ള ഗുണമെന്ന് വെച്ചാൽ ഇഴജന്തുക്കളില്ല എന്നാണ് പറയണത്. ഇവിടെ ഈ ഒരു കാവിൽ ഇഴജന്തുക്കളില്ല. അതൊരു പ്രത്യേകതയാണല്ലേ. ഇത്രയും വലിയൊരു കാവായിട്ട് ഇഴജന്തുക്കളില്ല എന്നൊക്കെ പറയുന്നതിൽ ഒരു പ്രത്യേകതയാണത്. എന്ത് മരമാണെങ്കിലും അത് നല്ല വലിപ്പത്തിലങ്ങ് കിടക്കും. പിന്നൊന്നുമില്ല. അപ്പം നമ്മൾ സൈക്കിളായിട്ടാണ് വന്നത്. കണ്ടോ വേരൊക്കെ കിടക്കുന്നുണ്ടോ? വേരല്ല, കാട്ടുവള്ളി പോലെ. കൊള്ളാം. ഏതായാലും പഴയ ആ തലമുറ നമ്മൾക്കൊക്കെ വേണ്ടി ശേഖരിച്ചും. ഇതിപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോയാണെന്ന് അല്ലേ? അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അവിടെ ഒരു വലിയ മരവും വീണ് കിടപ്പുണ്ട്. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം, അല്ലെങ്കിൽ ശരിയാവില്ല. ഒരു കാട്ടിലെ പ്രതീതി.